ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മസാല മെമ്മറീസ്. നമ്മളിന്ന് നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 15 നാരങ്ങയാണ് എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല പഴുത്ത് പുളിയുള്ള നാരങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കഴുകി ഉണക്കി എടുത്ത് ആദ്യമേ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അച്ചാറുണ്ടാക്കാൻ ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു 5 ml. അതിനകത്ത് നമുക്ക് ഈ നാരങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അത് സിമ്മിലും മീഡിയത്തിലും ഇട്ട് കുറച്ച് ടൈം എടുത്ത് അത് കുറച്ച് എണ്ണ മതി, ഒരു 5 ml എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കണം. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നാരങ്ങ ഇങ്ങനെ വഴന്ന് കുറച്ച് കഴിയുമ്പോൾ അത് നാരങ്ങ നീര് പുറത്തേക്ക് വരികയും അത് നന്നായിട്ട് നമുക്ക് തോന്നും നാരങ്ങ ആയിട്ടുണ്ടെന്ന് തോന്നും. ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം നമ്മളത് മുറിക്കുക. നാരങ്ങ 4 പീസായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ പറ്റിയിരിക്കുന്ന എണ്ണയും ആ നാരങ്ങ നീര് അതിൽ പറ്റിയിരിക്കുന്ന ആ പാനിൽ പറ്റിയിരിക്കുന്നതും ഒരു കാരണവശാലും നമ്മൾ റീയൂസ് ചെയ്യരുത്. ആ പാനും മാറ്റി പുതിയ പാനിലാണ് നമ്മളിതിൻ്റെ ബാക്കി പരിപാടി. ആവശ്യമുള്ള ഐറ്റംസ്: ഉലുവപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നല്ലെണ്ണ, വെളുത്തുള്ളി, പിന്നെ നമുക്ക് നാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുവെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ, കായപ്പൊടി. ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക നമ്മൾ പാനിലേക്ക്. വേറൊരു പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ പാൻ നമ്മൾ മാറ്റി വെച്ചു. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 50 ഗ്രാം വെളുത്തുള്ളി, എത്ര ഇടുന്നോ അത്രയും നല്ലതാണ്. ഞാനിവിടെ ഒരു 50 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ച വെളുത്തുള്ളി. അത് ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ നമ്മളത് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതൊരു ബ്രൗൺ നിറമായി കഴിഞ്ഞു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് പൊടി, ഇതെല്ലാം നമ്മൾ ഈ പാനിലേക്ക് ചേർക്കുകയാണ്. ഈ നല്ല പഴുത്ത പുളിയുള്ള നാരങ്ങ ആയതുകൊണ്ട് എനിക്ക് അത്രയും വേണമായിരുന്നു. 4 സ്പൂൺ ഉപ്പുപൊടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ചെറു ചൂടോടെയാണ് ആ എണ്ണ കിടക്കുന്നത്. ഈ പാനിൽ ഉള്ള ഈ ഐറ്റംസ് എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച ശേഷം നമ്മൾ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങയും ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുകയാണ്. കുറച്ച് നാരങ്ങ നീര് ആ പാത്രത്തിലുണ്ടായിരുന്നു, അതും കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ കൂട്ട് നന്നായി യോജിപ്പിച്ച് നമുക്ക് തണുത്ത ആറിയതിന് ശേഷം നല്ലൊരു പാത്രത്തിൽ അടച്ച് നല്ല ടൈറ്റാക്കി നമ്മളൊരു 3 ആഴ്ച വരെ ഇത് സൂക്ഷിക്കുക. അതിന് ശേഷം മാത്രം നമ്മളിതെടുത്ത് ഉപയോഗിച്ച് തുടങ്ങാവുള്ളൂ. കാരണം ഈ തൊണ്ട് ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് ഈ മുളക് പൊടി ഒട്ടും കയ്പില്ലാത്ത വർഷങ്ങളോളം കേടാകാതെ നമുക്കൊരു 1 വർഷം 2 വർഷം വരെയൊക്കെ ഇരിക്കുന്ന നാരങ്ങ അച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.